എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എറണാകുളം യാത്രയല്ല, എറണാകുളത്തേക്ക് പോവാം. അപ്പോൾ ഡോർ എടുക്കാൻ വേണ്ടി പോവാം, വണ്ടി കൊണ്ട് പോവാം. അപ്പോൾ എന്താ ചോദിച്ചാൽ സാധാരണ പോകുമ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം ഹോട്ടലിൽ നിന്നായിരിക്കും കഴിക്കുക. അപ്പോൾ ഇന്ന് എനിക്കൊരു ആഗ്രഹം, നല്ല പഴയ മുമ്പൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊണ്ടുപോകാറില്ലേ, അതായത് നല്ല വാഴല ഇങ്ങനെ വാട്ടിയിട്ട് അങ്ങനെ അതിൽ ഈ മുട്ടയൊക്കെ ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ട് ഒരു രസമുണ്ടില്ലേ, അതിനൊരു പ്രത്യേക രസമാണ്. അതായത് അത് ഉച്ചയോടുകൂടി എത്തുമ്പോഴേക്കും ആ വാഴലയുടെ ടേസ്റ്റും കാര്യങ്ങളും ചോറിലേക്ക് പകർന്നൊരു പ്രത്യേക എഫക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, അപ്പോൾ വൈഫ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അതേപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാടൻ കുത്തരി ഇങ്ങനെ ഇലയിൽ വാട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കടുമാങ്ങ വിളമ്പു, ഒരറ്റത്ത് ചെറുതായിട്ട് കടുമാങ്ങ വിളമ്പി. ഇനി ഇത് നല്ല അസൽ, അതായത് ഈ മുട്ട പൊരിച്ചതിന് പ്രത്യേകതയുണ്ട്. ഇതിൽ ഈ വെറും കരിവേപ്പില മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉപ്പും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ ഉപയോഗിക്കില്ല. അതിങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചോളൂ. ഇനി വേണ്ടതെന്ന് പറയും, നല്ല അസൽ ഞാൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ വെണ്ടയ്ക്കയിലുണ്ടായിട്ടുള്ള റിച്ചായിട്ടുള്ള നല്ല തീയലുണ്ട്. അടിപൊളി തീയൽ ഇവിടെ വെച്ചു. ഇനി ഇതിന് മുകളിൽ സൈഡിലായിട്ട് പപ്പടം ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. പപ്പടം ഇങ്ങനെ പതിച്ച് വയ്ക്കുക, ഇങ്ങനെ പപ്പടം ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് എന്താ ചെയ്യണം, ഇനി ഞാൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ എന്താ പറയുക നേന്ത്രവാഴയുടെ ഉപ്പേരി. അത് ഉപ്പേരി എങ്ങനെ എന്താ പറയുക, വെളിച്ചെണ്ണയിൽ വലിയിച്ചതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതൊരു പാക്കറ്റിൽ പൊതിച്ചു കേട്ടോ. അസലായിട്ട് കായുപ്പേരി, നല്ല പച്ചക്കായ കേട്ടോ. അതെന്തായാലും പാക്കറ്റ് ഇങ്ങനെ പൊതിഞ്ഞു ഇതിൽ വയ്ക്കണു. എൻ്റെ അമ്മോ, ഇനി ഉച്ചയ്ക്ക്, ഇനി സത്യം പറഞ്ഞാൽ ഉച്ച ആകുമ്പോഴേക്കും ഞാൻ ഈ പൊതി പൊട്ടിക്കുമോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഇനി ഇവനെ ഒരുമിച്ച് ഞങ്ങൾ ഒരു പൊതിയില പൊതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴ സൂപ്പർ. അപ്പോൾ നിങ്ങൾക്കും ഈ ഓർമ്മകളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ ഇങ്ങനത്തെ പൊതിയിലൊക്കെ കുറവാണ്, എല്ലാവരും ചോറും പാത്രം എല്ലാ കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷേ ഇതിനൊരു പ്രത്യേക സുഖമാണ്, നമുക്കൊരു മനസ്സിന് പ്രത്യേക ഒരു കുളിർമ കിട്ടും. തുറക്കുമ്പോൾ ആ വാടിയ വാഴയുടെ ഒരു മണവും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും ഉച്ചയ്ക്ക് പൊരിക്കും കൂട്ടുകാരെ. ഓക്കേ, പൊരിച്ചു, ഇത് മതി.